ഹായ് ഓൾ, KPS ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഫസ്റ്റായിട്ട് കാണുകയാണെങ്കിൽ ഫസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സച്ചി ശ്രുതിയോട് പറയാണ്, എല്ലാ ജോലിയും നിന്നിട്ട് ചെയ്യുന്നത് കൊണ്ടാണ് നിനക്ക് അസിഡിറ്റി വരുന്നത്. അപ്പോൾ ശ്രുതി പറയാണ്, എല്ലാ ജോലിയും ഓടിച്ചാടി നടന്ന് ചെയ്യാൻ കഴിയില്ല. ദിവസം മുഴുവൻ നിന്ന് ജോലി ചെയ്യുന്നതിനും നല്ല ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ചന്ദ്ര പറയാണ്, അത് ഇവന് പറഞ്ഞാൽ മനസ്സിലാവില്ല മോളെ. കാർ ഓടിക്കുന്നതാ ഏറ്റവും വലിയ ജോലി. അതിനപ്പുറം ലോകത്ത് വേറൊരു ജോലിയും ഇവനറിയില്ല. ചന്ദ്രേ, എന്താ നിനക്കൊരു പുച്ഛം? കാർ ഓടിക്കുന്നത് ഒരു ജോലി തന്നെയാ, അച്ഛൻ പറയാണ്. പിന്നെ ജോലി. പിന്നെ ശ്രുതി പറയാണ്, ശ്രുതി എനിക്ക് നന്നായിട്ട് വിശക്കുന്നു, ഒരു 2 പൂരിയും കൂടി എടുത്തു വെക്ക്. വേണ്ട, കഴിക്കണ്ട, ഞാൻ ശ്രുതിക്ക് ജ്യൂസ് ഉണ്ടാക്കിത്തരാം. ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യ്, ഞാൻ ABC ജ്യൂസ് റെഡിയാക്കിത്തരാം. അച്ഛാ, ABC ഒക്കെ മുമ്പ് പഠിച്ചിരുന്നു, അതിനെക്കൊണ്ട് ഇപ്പോൾ ഒരു ജ്യൂസോ? മതി, എന്താ ഈ ABC ജ്യൂസ്? എനിക്കറിയില്ല. എത്ര പറയാണ്, അതൊക്കെ വലിയ പഠിപ്പുള്ളവർക്കേ അറിയൂ. അച്ചി, ABC എന്ന് 3 അക്ഷരം, അതറിയാൻ വലിയ പഠിപ്പൊന്നും വേണ്ട ഡോക്ടറെ. അച്ഛൻ ശ്രുതിയോട് ചോദിക്കുകയാണ്, അതെന്താ മോളെ ഈ ABC ജ്യൂസ്? അത് ആപ്പിളും ക്യാരറ്റും ബീട്രൂട്ടും ചേർത്തടിക്കുന്ന ജ്യൂസാണ് അച്ഛാ. ശരീരത്തിന് നല്ലതാ. സച്ചി, ഓഹോ, പിന്നെ ഇതിനാണോ ഇത്രയും വലിയ ബിൽഡപ്പ് കൊടുത്തേ? ശ്രുതി, എഴുന്നേൽക്ക്, ഞാൻ ABC ജ്യൂസ് ഉണ്ടാക്കിത്തരാം. ശ്രുതി മുഖം തിരിച്ച് പറയാണ്, പൂരി പോയി കിട്ടി. സച്ചിക്കും അച്ഛനും ഉള്ളിൽ ചിരി വരികയാണ്. ശ്രുതി, മോള് പറഞ്ഞ ശരിയാ, ശരീരത്തിന് ദോഷം വരുന്ന ഫുഡ് കഴിക്കണ്ട. എനിക്കും എടുത്തോ ഒരു ABC ജ്യൂസ്. അപ്പം അച്ഛൻ ചോദിക്കുകയാണ്, നിനക്ക് പൂരി വേണ്ടേ? എനിക്കും വേണ്ട. പൂരി കഴിച്ചാലേ അസിഡിറ്റി വരും. അതേതായാലും നന്നായി. മോളെ രേവതി, ഇവൾക്ക് കഴിക്കാനുള്ള പൂരി കൂടി ഇങ്ങോട്ടെടുത്തോ, അച്ഛന് നല്ല വിശപ്പുണ്ട്. മോളെ എന്ന് പറഞ്ഞ് അച്ഛമ്മയും വാങ്ങിച്ചു. അച്ഛനും അവൾ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഒരെണ്ണം കൂടി ഇട്ടോ. അതൊക്കെ കണ്ട് അമ്മയും മകനും പരസ്പരം നോക്കുകയാണ്, അതായത് ശ്രുതിയും ചന്ദ്രയും. ശ്രുതി വന്ന് ജ്യൂസ് ഉണ്ടാക്കാൻ, അതിൻ്റെ അടുത്ത് തന്നെ ശ്രുതിയും ഇരിപ്പുണ്ട്. ശ്രുതി ചോദിക്കുകയാണ്, ഞാൻ ഹെൽപ്പ് ചെയ്യണമെന്ന്. അപ്പോൾ അവൾ പറഞ്ഞു, ഒന്നും വേണ്ട, ശ്രുതി അവിടെ ഇരുന്നാൽ മാത്രം മതി. ഒരു 2 മിനിറ്റ്, ഞാൻ ഇപ്പം ജ്യൂസ് ഉണ്ടാക്കിത്തരാം. ഇത് കുടിച്ചാലേ നല്ല എനർജറ്റിക് ആവും. ഇവിടെ പൂരി തിന്നൽ മത്സരമാണ്. രവി വന്ന് കയറിയതല്ലേ ഉള്ളൂ, അവൾ ഈ വീട്ടിൽ 2 അടുക്കള ഉണ്ടാക്കുമോ? അത് വിടമ്മേ, അവൾ പൂരി കഴിക്കാറില്ലെന്നല്ലേ പറഞ്ഞത്. ഇഷ്ടമുള്ള ഉണ്ടാക്കി കഴിക്കട്ടെ, അമ്മ വന്ന് കഴുകാൻ നോക്ക്. പിന്നെ ശ്രുതി ജ്യൂസ് ഉണ്ടാക്കി 3 ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിരിക്കുകയാണ്. എന്നിട്ട് പറയാണ്, ശ്രുതിക്ക് കൊടുത്തു. അപ്പോൾ ശ്രുതി പറയാണ്, ഇത് കൊള്ളാലോ. കൊള്ളാമെന്നോ? കുടിച്ചിട്ടല്ലേ പറയണ്ടേ കൊള്ളാമെന്ന്? അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. കുടിച്ചിട്ടും പറഞ്ഞു നന്നായിട്ടുണ്ട്. അപ്പോൾ ചന്ദ്രയും വന്നു, ചന്ദ്രയ്ക്കും കൊടുത്തു 1 ഗ്ലാസ്. ആൻറ്റി, ജ്യൂസ് റെഡി. അപ്പോൾ ചന്ദ്ര പറഞ്ഞു, നമുക്ക് അവരുടെ മുന്നിൽ നിന്ന് കുടിക്കാം. അവരിതുവരെ ABC ജ്യൂസ് കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. നിങ്ങൾ വാ എന്ന് പറഞ്ഞ് എല്ലാവരും അവിടേക്ക് പോയി. എല്ലാവരും കൈ കഴുകി ടേബിളിനരികിൽ വന്നു. രേവതിയും കഴിച്ച ഫുഡൊക്കെ ബാക്കി എടുത്തുകൊണ്ട് പോകാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ ചന്ദ്ര അവിടെ വന്നിട്ട് പറയാണ്, ABCD ജ്യൂസാണ്, അത് ചില കുഗ്രാമക്കാരൊക്കെ ഇവിടെ ഉണ്ട്, അവർക്ക് വേണമെങ്കിൽ ഒരു നോക്ക് കാണാം. മെല്ലെ പോയി പറയാണ്, ആൻറ്റി, ABCD ജ്യൂസ് അല്ല, ABC ജ്യൂസ്. അതെന്നെ, കുടിക്കാൻറ്റി. 2 പേരും കുടിക്കുകയാണ്. കുടിക്കു ശ്രുതി. എങ്ങനെയുണ്ട്? കൊള്ളാം ആൻറ്റി? കൊള്ളാം, സൂപ്പർ. എങ്ങനെയുണ്ട് ശ്രുതി? പിന്നെ കൊള്ളാം. അച്ചിയും അച്ഛമ്മയൊക്കെ മുഖം കൊണ്ട് ആക്കി കളിക്കുകയാണ്. അപ്പോൾ ശ്രുതി വീണ്ടും പറയാണ്, കുടിക്കുക ആൻറ്റി. അച്ചി പറയാണ്, രേവതി, പൂരി മസാല സൂപ്പർ, ഇത് തന്നെ 3 നേരം കഴിക്കാൻ തോന്നുന്നു. ഒരു മത്സരം വെച്ചാലേ എനിക്കായിരിക്കും 1ാം സമ്മാനം. അത് ഉറപ്പല്ലേ? അച്ഛൻ പറയാണ്, ഇതൊക്കെ കഴിക്കാനും വേണം ഒരു ഭാഗ്യം. അച്ചി പറയാണ്, രുചിയുള്ള ഭക്ഷണം വേണ്ടാന്ന് വെച്ച് മാട് കലക്ക് വെള്ളം കുടിക്കുന്നത് പോലെ കുടിക്കുന്ന കണ്ടില്ലേ? രേവതിയേ, ഒന്നിങ്ങ് വന്നേ. എന്തോ? പൂരി മസാല അത്യുഗ്രൻ. അയ്യേ, കഷ്ടം. ശ്രുതി ചോദിക്കുകയാണ് ആൻറ്റിയോട്, സച്ചിക്ക് രേവതിയെ വലിയ ഇഷ്ടമാണല്ലേ? അവളെ നന്നായി സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ. എന്തിഷ്ടം, ഓള് ചുമ്മാതിരിക്കേ. അവൻ്റെ ഒരു പ്രത്യേക ക്യാരക്ടറാ. ഇന്ന് അവൻ അവളെ തലയിലെടുത്ത് ഡാൻസ് ആടും, നാളെ തറയിലിട്ട് എല്ലൊടിക്കും. അതാ അവൻ്റെ സ്വഭാവം. അപ്പോൾ രേവതി മാറി എന്നിട്ട് ശ്രദ്ധിക്കുകയാണ്. അവൻ്റെ അച്ഛനും അച്ഛമ്മയും പറഞ്ഞാൽ അവൻ കേൾക്കും, മറ്റാര് പറഞ്ഞാലും അവൻ കേൾക്കില്ല.
രണ്ടുപേരുടെയും പെരുമാറ്റം കണ്ടാൽ വളരെ ക്ലോസ് ആണെന്ന് തോന്നും. അവരുടെ ഫസ്റ്റ് നൈറ്റ് ഒന്നും നടന്നില്ല അല്ലേ? അത് വിട് മോളെ. നമ്മളെന്തിനാ അവരെക്കുറിച്ച് സംസാരിച്ച് സമയം കളയുന്നേ? ഞാൻ അവരെക്കുറിച്ച് ചിന്തിക്കാറേയില്ല. നീയും സമാധാനത്തോടെ ജീവിക്കണം. നിങ്ങൾ സന്തോഷത്തോടെ കഴിയുന്നത് കണ്ടാൽ മാത്രം മതി എനിക്ക്. ആ, ക്ഷേത്രത്തിൽ പോകണ്ടേ അമ്മേ? പോകണം. അമ്മ നാട്ടിൽ പോകുന്നുണ്ട്. അവരെ യാത്രയാക്കിയതിന് ശേഷം പോകാം. ഓ, സമാധാനായി. ഇനി കുറച്ച് ദിവസത്തേക്ക് അവരുടെ കണ്ണുരുട്ടൽ കാണണ്ടല്ലോ. അവരെ റെഡിയായിട്ട് വരികയാണ് അച്ഛമ്മ. എന്നിട്ട് ചോദിക്കുകയാണ്, ബസ് എത്ര മണിക്കാ രവി? ബസ് 11:30 അമ്മേ. ഇപ്പം ഇറങ്ങിയാൽ നമുക്കങ്ങ് പോകാം. അച്ഛമ്മേ, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പോയാൽ പോരെ അച്ഛമ്മേ? ജോലിയുണ്ട് മോളെ, പോയേ പറ്റൂ. മണ്ണിൽ നിന്നല്ലേ അച്ഛമ്മയുടെ വരുമാനം. എല്ലാം ചെയ്യേണ്ട സമയത്ത് തന്നെ ചെയ്യണം. വന്ന കാര്യം മുഴുവനായിട്ട് സാധിച്ചില്ല എന്നുള്ളൊരു വിഷമമുണ്ട് അച്ഛമ്മയ്ക്ക്. താലിമാറ്റൽ ചടങ്ങ് നടന്നല്ലോ അമ്മേ, ശാന്തി മുഹൂർത്തം നടന്നില്ലല്ലോ. അപ്പോഴേക്കും അവിടെ ശ്രുതിയും ആൻറ്റിയും സുതിയും ഒക്കെ വന്നു. അപ്പോൾ അച്ഛമ്മ പറയാണ്, അടുത്ത് തന്നെ ഒരു നാൾ കുറിക്കണം രവി. എന്നിട്ട് അതങ്ങ് നടത്തണം നമുക്ക്. നടത്താം അമ്മേ. അച്ഛമ്മേ, ഞാൻ കാറിൽ കൊണ്ടുവിടാം, സച്ചി വന്നിട്ട് പറയാണ്. ഓ, അതൊന്നും വേണ്ടപ്പാ, ഞാൻ ബസ്സിൽ പോയിക്കോളാം. നീ എന്നെ ഇവിടുത്തെ ബസ് സ്റ്റോപ്പിൽ കൊണ്ടുവിട്ടാൽ മതി. ആ, ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, തീരുമാനിച്ചതാണല്ലോ. അച്ഛാ, ആ ബാഗിങ് കൊണ്ടുവാ. മോളെ, ഞാൻ ഇറങ്ങട്ടെ? രേവതിയോട് ചോദിക്കാണ് അച്ഛമ്മ. നീ ധൈര്യമായിട്ട് ഇരിക്കും മോളെ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അച്ഛമ്മയ്ക്ക് ഫോൺ ചെയ്യണം. ശരി അച്ഛമ്മേ. ചന്ദ്രേ, പോട്ടെ? ശരി അമ്മേ. ഇനി എപ്പോഴാണ് ഇങ്ങോട്ട്? രേവതി മോൾ വിളിച്ചാൽ അപ്പം ഇങ്ങോട്ട് വരും. സുതി വരട്ടെ മക്കളെ? ശ്രദ്ധിച്ച് പോകണേ അച്ഛമ്മേ. ആ, അച്ഛമ്മ പോട്ടെ മോളെ? വീണ്ടും ചോദിച്ചപ്പോൾ അവൾക്ക് വല്ലാതെ വിഷമായി. അവൾ അച്ഛമ്മയുടെ മേൽ വീണ് കരയാണ്. എന്താ മോളെ ഇത്? അച്ഛമ്മ പറഞ്ഞില്ലേ, നീ വിളിച്ചാൽ ആ നിമിഷം ഞാനിങ്ങ് വരും. കരയല്ലേ എന്ന് പറഞ്ഞ് അച്ഛമ്മ കണ്ണീരൊക്കെ തുടച്ചു കൊടുത്തു. വാ അമ്മേ, ഇറങ്ങാം. അവർ പോയി കഴിഞ്ഞപ്പോൾ സുധി അമ്മയോട് ചോദിക്കാണ്, അമ്മേ ഇനിയിപ്പോൾ ക്ഷേത്രത്തിൽ പോകണോ? വൈകിയില്ലേ? പോകണം. നടയടക്കാറൊന്നും ആയിട്ടില്ല. രേവതി അച്ഛമ്മയെ കൊണ്ടാക്കിയിട്ട് വരികയാണ്. അപ്പോൾ ചന്ദ്ര അവിടെ പിടിച്ചു വെച്ചിട്ട് പറയാണ്, ദേ, ആവശ്യമില്ലാതെ അമ്മയെ ഇവിടെ വിളിച്ചു വരുത്തിയാൽ നീ വിവരം അറിയും. നിങ്ങൾ ക്ഷേത്രത്തിൽ പോയിട്ട് വരുമ്പോഴേക്കും ഉച്ചയ്ക്ക് കഴിക്കാനുള്ളത് ഉണ്ടാക്കി വെച്ചേക്കണം. മോളെ ശ്രുതി, നിനക്കെന്താ വേണ്ടേ? ചിക്കൻ ഫ്രൈഡ് റൈസ് മതിയാവും. അതുണ്ടാക്കി വെച്ചേക്കണം. മക്കളെ, മാറങ്ങോട്ട്. 3 പേരും ക്ഷേത്രത്തിലേക്ക് പോയി. അച്ഛമ്മ പോയതോടെ രേവതി തനിച്ചായി. ഭാമ ക്ഷേത്രത്തിൽ കാത്തു നിൽക്കുകയാണ് ചന്ദ്രയെ. എത്ര നേരമായിട്ട് നിന്നെ വെയിറ്റ് ചെയ്യാം. നീ എന്തിനിങ്ങനെ പിണങ്ങുന്നേ? പുതിയതായിട്ട് കല്യാണം കഴിഞ്ഞവരല്ലേ, കുറച്ച് മുന്നോട്ടും ഒക്കെ ആവില്ലേ? മനസ്സിലായി. ഇവർ രണ്ടുപേരും ഉറങ്ങി എണീറ്റോ എന്ന് ചോദിച്ചതിന് ശേഷം ക്ഷേത്രത്തിലേക്ക് ഇറങ്ങിയാൽ മതിയായിരുന്നു. അമ്മ പറയാണ് ശ്രുതിയോട്, ശ്രുതി, നീ ആഗ്രഹിച്ചതുപോലെ നിനക്കൊരു ജീവിതം കിട്ടി. ഞാൻ കാരണം നിന്റെ കല്യാണം നടന്നു. നല്ല ഭർത്താവിനെയും നല്ലൊരമ്മായിയമ്മയും കിട്ടി. പുതിയ ജീവിതം തുടങ്ങിയെന്ന് വിശ്വസിക്കുക. എല്ലാവിധ ആശംസകളും. താങ്ക്സ് ആൻറ്റി. ആൻറ്റി പറഞ്ഞത് ശരിയാ. എനിക്ക് അമ്മയെ പോലൊരു അമ്മായിയമ്മയെ കിട്ടി. അതിന് ഞാൻ ആൻറ്റിയോടാ നന്ദി പറയണ്ടേ? എന്നോട് എന്തിനാ മോളെ നന്ദി പറയണ്ടേ? ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, നീ എനിക്ക് എൻ്റെ മോളെ പോലെയാ. നിന്നെ ഇങ്ങനെ കാണുമ്പോൾ ഞാൻ എത്രത്തോളം സന്തോഷിക്കുന്നുണ്ട് എന്നറിയോ? ചന്ദ്രേ, രവിയേട്ടൻ എന്താ വരാതിരുന്നേ? വരും. രവിയേട്ടൻ്റെ അമ്മയെ ബസ് കയറ്റി വിടാൻ പോയിരിക്കുക. അമ്മായിയമ്മ നാട്ടിൽ പോയി അല്ലേ? അതാ നിനക്കിത്ര സന്തോഷം. അതെ, എന്നെ പിടിച്ചു കെട്ടാൻ കൂടിയാണല്ലോ വന്നത്. അനങ്ങിയ കുറ്റം, നിന്നാ കുറ്റം. ഇറങ്ങിയതാ എനിക്ക് സമാധാനമായത്. അവരെന്നെ വെറും മരുമകളായിട്ടാ കണ്ടത്. ഞാനങ്ങനെയല്ല, ഞാൻ നിന്നെ മകളായിട്ടാ കാണുന്നേ. വാമ മനസ്സിൽ ചിന്തിക്കുകയാണ്. മലേഷ്യയിൽ നിന്ന് സ്വത്ത് വരുമല്ലോ, അതാ ഇത്ര ഷോപ്പിങ്. നല്ലൊരു മരുമകളെ കിട്ടി എനിക്ക്. ഇനി എൻ്റെ മോന് നല്ലൊരു ജോലി കൂടി കിട്ടിയാൽ മതി. ഒന്നും വേണ്ട ഈ ചന്ദ്രമതിക്ക്. ജോലിയുടെ കാര്യം പറയുമ്പോൾ ശ്രുതിയുടെ മുഖം മാറുന്ന കണ്ടോ? ശ്രുതിയോട് ബാമ്മ പറയാണ്, ശ്രുതി, പെട്ടെന്ന് തന്നെ ഇവന് ജോലി കണ്ടെത്തണം കേട്ടോ. അവന് ദേഷ്യം വന്നു. ഇത് പറയാനാണോ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നേ? വാ, നമുക്ക് തൊഴാം. നിക്ക്. ഉപദേവതയായ മംഗളാട്ട് ദേവിയെ തൊഴുതിട്ട് നിങ്ങൾ അകത്തേക്ക് കയറിയാൽ മതി. പുതുതായി കല്യാണം കഴിച്ചവർ ആദ്യം അവിടെ തൊഴണമെന്നാ പറയാറ്. അതിനുശേഷം ക്ഷേത്രത്തിന് അകത്തേക്ക് വന്നാൽ മതി. വാ സുധി. ചന്ദ്രയും അവരുടെ കൂടെ പോകാൻ ഒരുങ്ങുകയാണ്. അപ്പോൾ ബാമ പറയാണ്, ചന്ദ്രേ, നിന്റെ കല്യാണം ഇന്നലെയാണോ കഴിഞ്ഞത്? അവർ പോയിട്ട് വരട്ടെ, അപ്പോഴേക്കും നമുക്ക് വഴിപാടിനുള്ള റെസീറ്റ് എടുക്കാം. നീ വാ.
കാണിക്കുന്നത് സച്ചിയാണ്. സച്ചി ധൃതി പിടിച്ച് വീട്ടിലേക്ക് വരികയാണ്. അച്ഛമ്മയെ ബസ് കയറ്റി വിട്ടോ? ആ വിട്ടു. രേവതി, നീ എൻ്റെ കൂടെ ഒരിടം വരെ വരണം. എവിടെ? അതൊക്കെ പറയാം, നീ പോയി ആദ്യം ഡ്രസ്സ് മാറിയിട്ട് വാ. എവിടെയാണെന്ന് പറ. എവിടെ പോകുന്നു എന്ന് പറഞ്ഞാലേ നീ വരൂ. ചെല്ല് പോയി ഡ്രസ്സ് മാറിയിട്ട് വാ. അവൾ മുകളിൽ പോയി ഡ്രസ്സ് മാറാൻ വേണ്ടിയിട്ട്. വീണ്ടും കാറിൽ നിന്ന് അവൾ ചോദിക്കുകയാണ്, എന്നെ കൂട്ടി എവിടേക്കാ പോകുന്നേ? എത്ര തവണയായിട്ട് ചോദിക്കുന്നു, നിങ്ങളെന്താ മറുപടി പറയാത്തേ? വീട്ടിൽ ഒരുപാട് ജോലി കിടപ്പുണ്ട്. സമയത്തിന് ഭക്ഷണം കിട്ടിയില്ലേ അമ്മ എന്നെ വഴക്ക് പറയും. പിന്നെ എന്തിന് വഴക്ക് പറയണം? അവർക്ക് വേണമെങ്കിൽ അവർ ഉണ്ടാക്കി കഴിക്കണം. പിന്നെ പറഞ്ഞ അമ്മ അപ്പം തന്നെ ഉണ്ടാക്കി കഴിക്കാൻ പോവല്ലേ. എവിടേക്കാ പോകുന്നതെന്ന് പറ. ഫിനാൻഷ്യറെ കാണാൻ വേണ്ടി പോകുന്നയാ. വണ്ടിയുടെ വാടക കാശ് കൊടുക്കാനേ. അതിന് ഞാനെന്തിനാ വരുന്നേ? നിങ്ങൾക്ക് പോയാൽ പോരെ. നൽകേണ്ട മുഴുവൻ കാശും എൻ്റെ കയ്യിലില്ല, കുറച്ച് കുറവാ. ഓ, അവർ വഴക്ക് പറയും അല്ലേ? അത് കേൾക്കാനല്ലേ എന്നെയും കൊണ്ടുപോകുന്നേ? ഓഫീസിൽ ചെന്നാൽ വഴക്ക് പറയും, വണ്ടി പിടിച്ചു വെക്കും, ഓടാനും തരില്ല. എൻ്റെ വണ്ടി ഇറങ്ങുന്നത് വരെ ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ. നമ്മളിപ്പോൾ പോകുന്നത് അയാളുടെ ഓഫീസിലേക്കല്ല, ക്ഷേത്രത്തിലേക്കാണ്. അയാളിപ്പോൾ ക്ഷേത്രത്തിലുണ്ടാവുമോ? ഉണ്ടാവും. എല്ലാ മാസവും 1-ാം തീയതി അയാൾ ക്ഷേത്രത്തിൽ വന്ന് ഉരുളും. ഉരുളാനോ? ആ, ക്ഷേത്രത്തിന് ചുറ്റും കിടന്ന് ഉരുളാറില്ലേ? ശയന പ്രദക്ഷിണാണോ ഉദ്ദേശിച്ചത്? ആ, അത് തന്നെ. എല്ലാ ദിവസവും കാശ് കൊടുക്കാനുള്ളവരുടെ നേർക്ക് കുരച്ചു കയറുന്ന അയാൾ ഇന്ന് വളരെ ശാന്തനായിരിക്കും. മുഴുവൻ കാശ് കൊടുത്തില്ലെങ്കിലും വഴക്കൊന്നും പറയില്ല. അതുകൊണ്ട് മുഴുവൻ കാശും കൊടുക്കാൻ കഴിയില്ലാത്തവർ ഓഫീസിൽ പോകാതെ 1-ാം തീയതി ക്ഷേത്രത്തിൽ വന്ന് അയാൾക്ക് കാശ് കൊടുക്കും. കൊള്ളാലോ. കാശ് വാങ്ങിക്കാനേ ഒരു അസിസ്റ്റൻ്റ് അയാളുടെ കൂടെ കാണും. ചെന്ന് ക്യാഷ് അസിസ്റ്റൻറ്റിനെ ഏൽപ്പിച്ചിട്ട് വരണം. ഞാനോ? അത് നിങ്ങൾക്ക് ചെന്ന് കൊടുത്താൽ പോരെ? ഞാൻ കൊടുത്താൽ പ്രശ്നമാവും. നിങ്ങളല്ലേ പറഞ്ഞത് അയാൾ ഇന്ന് ശാന്തനായിരിക്കും, വഴക്കൊന്നും പറയില്ല എന്ന്. ഇപ്പോൾ ഒന്നും പറയില്ല. അയാൾ ഓഫീസിലെത്തി എന്നെ വിളിച്ച് വഴക്ക് പറയും, കാശ് കൊടുക്കാത്തതിന്. അപ്പോൾ എനിക്ക് ദേഷ്യം വരും. പിന്നെ ഞാൻ എന്തൊക്കെയാണ് പറയുന്നതെന്ന് എനിക്ക് തന്നെ പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ അടുത്ത് പോലീസ് സ്റ്റേഷനിൽ കയറിയതേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ വീണ്ടും കയറണോ? ഞാൻ കാശ് കൊടുത്താലും പിന്നീട് അയാൾ നിങ്ങളെ വിളിക്കില്ലേ? ഞാനിവിടെ ഇല്ലെന്ന് പറയണം. മൈസൂർ ട്രിപ്പ് പോയിരിക്കുക, കുറച്ച് നാൾ കഴിഞ്ഞേ വരുള്ളൂ എന്ന് പറഞ്ഞാൽ മതി. പിന്നെ അയാൾ വിളിക്കില്ല. വണ്ടി നിർത്തി എന്നിട്ട് അവളോട് പറയാണ്, നീ കാശുമായിട്ട് അയാൾ ഉരുളുന്നിടത്ത് ചെല്ലുക. എന്നിട്ട് പറയാം, ഞാൻ സച്ചിയുടെ ഭാര്യയാണ്. അങ്ങനെ തന്നെ പറയണം, ഞാൻ സച്ചിയുടെ ഭാര്യ, കാശ് തരാനായിട്ട് വന്നതാ. അദ്ദേഹം ഇവിടെ ഇല്ല, മൈസൂർക്ക് ട്രിപ്പ് പോയിരിക്കുക. അദ്ദേഹം തിരികെ വരുമ്പോൾ ബാക്കി കാശ് തരുമെന്ന് പറയാം. അസിസ്റ്റൻറ്റിനെ ഏൽപ്പിക്കുക, എന്നിട്ട് പോരുക. ഞാൻ കള്ളം പറയണം അല്ലേ? മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കാത്ത രീതിയിലുള്ള കള്ളം പറയുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ലാന്നേ. അതല്ല, കള്ളം പറയുമ്പോഴേ ഞാനൊന്ന് പതറും, ഇറക്കും. അത് കൺട്രോൾ ചെയ്താൽ മതി എന്ന് ഞാൻ പറഞ്ഞതുപോലെ പറയുക, കാശ് കൊടുക്കുക, തിരിഞ്ഞു നോക്കാതെ പോരുക. ഞാനിവിടെ കാണും. അങ്ങനെ ചെയ്യാം. എന്നെ കാണിക്കുന്നത് ചന്ദ്രയെയും ഭാനുവിനെയാണ്. അപ്പോൾ അവർ പറയാണ്, വഴിപാട് റെസിപ്റ്റ് കൊടുത്തില്ലേ അല്ലേ? കൊടുത്തു. അത് കിട്ടാൻ കുറച്ച് വൈകും. അല്ല, സുതിയും എവിടെ? ഒരു കൈയും പിടിച്ച് കിന്നാരം പറഞ്ഞ് നടക്കുമായിരിക്കും. അന്ന് തൊഴുതോളും, നമ്മളവരെ ശല്യപ്പെടുത്തണ്ട. നമുക്ക് പ്രദക്ഷിണം വയ്ക്കാം. സച്ചിയും രേവതി ക്ഷേത്രത്തിലെത്തി. ഇറങ്ങിക്കോ. രേവതി, ഞാൻ പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ. കാശ് വാങ്ങിക്കാൻ. അയാളെ നിനക്ക് അറിയില്ലല്ലോ അല്ലേ? തടിച്ച് കൊഴുത്ത ഒരാളാണ്. അദ്ദേഹം ഒരു കൊള്ളപ്പലിശക്കാരനാണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ അറിയാൻ പറ്റും. ഞാൻ പറഞ്ഞില്ലേ, കൂടെ ഒരു അസിസ്റ്റൻറ്റും കാണും, ശ്രദ്ധിക്കണം. ആളുമാറി കൊടുത്തേക്കരുത്. കയ്യിലാകെയുള്ള ക്യാഷായത്. എന്നെക്കൊണ്ട് വേറെ ഫിനാൻഷ്യറെ കയ്യിൽ നിന്ന് വീണ്ടും കാശ് വാങ്ങിപ്പിക്കല്ലേ. വാ. പിന്നെ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ദൂരെ മറഞ്ഞു നിന്ന് അദ്ദേഹത്തെ നിനക്ക് കാണിച്ചു തരാം. യാത്രയ്ക്ക് വിശ്വാസം ഇല്ലെങ്കിൽ നിങ്ങൾ തന്നെ കാശ് കൊണ്ടു കൊടുക്ക്. ഇതാ. അയ്യോ, നീ മിടുക്കിയല്ലേ, ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞതാ. നിനക്ക് ആൾ മാറത്തൊന്നുമില്ല, എന്നാലും ഞാൻ നിനക്കൊന്ന് കാണിച്ചു തരാം അയാളെ. ഇന്നെന്തെങ്കിലും വിശേഷ ദിവസമാണ്, നിറയെ ആളുകളെ കാണുന്നു. അവരൊന്നും തൊഴാൻ വന്നവരല്ല, നമ്മളെപ്പോലെ അയാൾക്ക് കാശ് കൊടുക്കാൻ വന്നവരാ. ഇന്ന് അയാൾ വന്നില്ലേ? കാണുന്നില്ലല്ലോ. എന്നിട്ട് എവിടെ? ശയന പ്രദക്ഷിണ നടത്തുന്നതാണെങ്കിൽ ഇവിടുന്ന് ഉരുളുന്നത് കാണുന്നതല്ലേ. പുറത്ത് കാണും, നീ വാ. ഞാനൊന്ന് തൊഴുതിട്ട് വരാം. എൻ്റെ രേവതി, ഇതൊന്ന് കഴിഞ്ഞോട്ടെ ആദ്യം, എന്നിട്ട് നീ തൊഴുതോ. നീ ഒന്ന് വന്നേ. ആൾ വന്നിട്ട് പറയാണ്, സാറേ 5000 കൊണ്ടുവന്നിട്ടുണ്ട്, ബാക്കി പിന്നെ തരാം. ശരി, കൊടുത്തിട്ട് പോ. എൻ്റെ പേര് രാജൻ. അപ്പോഴേക്കും അയാളുടെ കാല് തൊട്ട് വന്നിരിക്കുകയാണ് അയാൾ. ഭാമയും ചന്ദ്രനും അപ്പോഴേക്കും അവിടെ എത്തി. എൻ്റെ ഭാമ പറയാണ്, നോക്ക് ചന്ദ്രേ, ഏതോ വലിയ സ്വാമിയാണെന്ന് തോന്നുന്നു. എല്ലാവരും അദ്ദേഹത്തിൻ്റെ കാല് തൊട്ട് വന്നിരിക്കുന്നത് കണ്ടില്ലേ?
വാ നമുക്കും ചെന്ന് അദ്ദേഹത്തിൻ്റെ കാല് തൊട്ട് അനുഗ്രഹം വാങ്ങാം. അത് വേണോ ബാമേ? നമ്മളെന്തിനാ കാലിൽ തൊട്ട് വന്നിക്കുന്നേ? എന്ത് കാര്യത്തിനാ? എടി പുണ്യം കിട്ടും. വെറുതെയാണോ അദ്ദേഹത്തിൻ്റെ കാലിൽ തൊട്ട് ആളുകൾ വന്നിക്കുന്നത്? നീ വാ. അങ്ങനെ അവരും അദ്ദേഹത്തിൻ്റെ കാൽ തൊട്ട് വന്ദിക്കാൻ വേണ്ടി പോവുകയാണ്. വലിയ സ്വാമിയാണ്, ഗുരുവാണ് എന്നൊക്കെയാണ് അവരുടെ വിചാരം. അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത്. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ വരുന്നതാണ്. അതുവരേക്കും സീ യു ഓൾ.